ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം പരിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തേജസ്സിലുള്ള വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് എന്റെ സഹോദരന്മാരെ മുഖപക്ഷത്തോടെ ആയിരിക്കരുത്. പരിശുദ്ധാത്മാ നിറവിൽ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകാരമാണ്: ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്, മുഖപക്ഷത്തോടെ പെരുമാറരുത് എന്ന ഒരു വലിയ പാഠമാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു തെറ്റ് പക്ഷപാതം കാണിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ദൈവസന്നിധിയിൽ മുഖപക്ഷമില്ല. എന്തെന്നാൽ ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ തന്നെ നശിച്ചു പോകും. വചനം ഓർമ്മിപ്പിക്കുന്നു, ദൈവസന്നിധിയിൽ മുഖപക്ഷമില്ല. മറ്റൊരു വചനം ഇങ്ങനെ കാണുന്നു, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 9-ാം വചനം: യജമാനന്മാരെ നിങ്ങളും നിങ്ങളുടെ ദാസന്മാരോട് ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ അവരോട് കുറ്റങ്ങൾ ക്ഷമിക്കണം. എന്തെന്നാൽ നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അദ്ദേഹത്തിന് പക്ഷപാതം ഇല്ലെന്നും നിങ്ങൾക്കറിയാമല്ലോ. മറ്റൊരു വചനം കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വചനം: നിങ്ങൾ സേവനം ചെയ്യുന്നത് കർത്താവായ മശിഹായ്ക്ക് ആകുന്നു. കുറ്റക്കാരൻ അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ച് പ്രതിഫലം പ്രാപിക്കും, മുഖപക്ഷമില്ലാതെ തന്നെ. പ്രിയപ്പെട്ടവരെ, പ്രോസോപോൺ എന്ന വാക്കാണ് മുഖം എന്ന പദത്തിന് ആധാരമായിരിക്കുക. ഒരു വ്യക്തിയെ പ്രീതിയോടെ സ്വീകരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം തന്നെ. ഈ ഒരു മൂല ധാതുവിൽ നിന്നാണ് മുഖപക്ഷം അല്ലെങ്കിൽ പക്ഷപാതം എന്ന വാക്ക് ഉരുത്തിരിയുന്നത്. ദൈവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ദൈവസന്നിധിയിൽ സമ്പൂർണ്ണ നിഷ്പക്ഷതയാണ്. ദൈവത്തിന് എല്ലാവരോടും ഒരേ രീതിയിലാണ് ദൈവം പെരുമാറുക. എളിയവനെന്നോ വലിയവനെന്നോ, പുരുഷനെന്നോ സ്ത്രീയെന്നോ, ചെറിയവനെന്നോ വലിയവനെന്നോ, പണക്കാരനെന്നോ പാമരനെന്നോ ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ നോട്ടമില്ല. എല്ലാവരും ഒരുപോലെ. ലേവ്യക്കെഴുതിയ പുസ്തകത്തില് 19-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ന്യായവിസ്താരത്തിൽ അന്യായമായി പ്രവർത്തിക്കരുത്. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. വലിയവനെയും ചെറിയവനെയും നോക്കണ്ട, നീതിയോടുകൂടെ നീ ന്യായം വിധിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ, യഹോവയാം ദൈവം നൽകിയ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ, ആരോടും പക്ഷപാതം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും ഒരുപോലെ കരുതുവാനും നമുക്കിടയാകട്ടെ. അതിന് ഈ പ്രഭാതം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനഭാഗം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവെ, ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാം നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ വചനം ധ്യാനിച്ചതുപോലെ ഈ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുവാനും ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനും ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.